നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ കറിയാണ്, ഷാഹി പനീർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് ചേരുവകൾ വഴറ്റി അരച്ചെടുക്കണം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 കഷ്ണം പട്ട, 4-5 ഏലക്ക, 4-5 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, 1 സ്റ്റാർ, ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി ചൂടാക്കാം. ഇതിൻ്റെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഇത് ഇടത്തരം വലിപ്പമുള്ള ഒരു ഉള്ളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് ഇത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഒരു 8-10 അണ്ടിപ്പരിപ്പ് 2ആയി പിളർന്നതാണ് ഇത് ചേർക്കാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. 2 തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇളക്കി കുറച്ച് സമയം വഴറ്റാം. തക്കാളിയും വാടി വരുമ്പോൾ ഈ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് വഴറ്റാം. ഈ പൊടികളുടെ എല്ലാം നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് തിളക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് ചൂട് കുറയുമ്പോൾ മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വഴനയില, സ്റ്റാർ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകും വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച് 1/2 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് ചേർക്കാം. മുളക് പൊടി ചേർത്ത് അധിക സമയം വെച്ചാൽ കരിഞ്ഞു പോവും. അല്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവി ചേർക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ അരച്ചെടുത്തത് നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കാം. അരയാത്ത പീസ് ഉണ്ടെങ്കിൽ മാറ്റാം. ഇതിനി തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് ഫ്രോസൺ പനീർ 5 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം വെള്ളം പിഴിഞ്ഞെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന്
ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ച് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ വെണ്ണ ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാഹി പനീർ റെഡിയാണ്. ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേളിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് അലങ്കരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.